ഹലോ കൂട്ടുകാരി, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇന്നൊരു ഞായറാഴ്ചയും കൂടിയാണ്, അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ ഈ പാടത്ത് വന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുകുട്ടൻ അവിടെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ല ബഹളമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവനെ കാണാണ്ട് വേഗം അങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അതാരും ചോദിക്കരുത് എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാണ്ട് പാടത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റം അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 6:30 6:45 സമയമൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അപ്പുക്കുട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ രാവിലെ തന്നെ നല്ല മഞ്ഞുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറക്കിയില്ല കേട്ടോ. അപ്പോൾ അവനവിടെ സൈഡിലിരിക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ചു വാരി ഇട്ടു കേട്ടോ. അപ്പോഴേക്കും അച്ഛനും അമ്മയും എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ലേറ്റ് ആയിട്ടാട്ടത്തിന് എനിക്ക് 7 മണി ആ സമയത്തായിട്ട് എണീറ്റുള്ളൂ. അപ്പോൾ ഏട്ടനൊന്നും എണീറ്റിട്ടില്ല. ഞാനും അപ്പുക്കുട്ടനെ മാത്രമേ എണീറ്റുള്ളൂ. പിന്നെ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്ത് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ വീടിൻ്റെ മുന്നിലൊരു മാങ്ങാമരം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അത്യാവശ്യം മാവൊക്കെ പൂതി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ തലേദിവസം അപ്പുക്കുട്ടൻ അങ്ങനെ ഫുഡ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കി. നമ്മൾ ചിരട്ടപ്പുട്ടാട്ടോ. ചിരട്ടപ്പുട്ടിന് മറ്റേ പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാ ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കട്ടെ ചെയ്തു. അപ്പോൾ അമ്മ കടലക്കറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം അങ്ങോട്ട് കഴുകി എടുക്കുകയാണ്. കുറച്ച് തോനെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും പാത്രങ്ങൾ അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നലെ പഴം വാങ്ങാൻ മറന്നുകൊണ്ട് നമുക്ക് രാവിലെ കടലക്കറി വെക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ രാവിലെ കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി തന്നെയാട്ടോ വെച്ചത്. അപ്പോൾ അങ്ങനെ അമ്മ വർക്കിന് പോയി. അപ്പോൾ ഏട്ടൻ അമ്മേനെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാൻ പോയിരിക്കുകയാണ്. ഏട്ടനും അപ്പുക്കുട്ടനും കൂടെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ അച്ഛൻ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിനി തലേദിവസം വൈകുന്നേരത്ത് ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും രാവിലെ തന്നെ തുടച്ചിട്ട് ഞാൻ പണി കഴിയും പറഞ്ഞിട്ട് ഞാൻ തുടയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അവർ ഫുഡ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ നോക്കിയിട്ട് ഇനി കറി വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. കുറച്ച് കടലക്കറി ഉണ്ട്, അത് തികയില്ല. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാർ വെക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടാ. അപ്പം നാളെ ഏട്ടന് ലീവ് ആയതുകൊണ്ട് നാളെ ബിരിയാണിയൊക്കെ കുറച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ അരി ഇട്ടു കേട്ടോ ഏട്ടൻ വിളിക്കുമ്പോഴേക്കും. അങ്ങനെ ഏട്ടനൊക്കെ വന്നു. ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് മുട്ടയും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടൻ ശ്രദ്ധിച്ചില്ല തോന്നണം. അപ്പോൾ അമ്മനെ കൊണ്ടുവിട്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. കഴിഞ്ഞ ആഴ്ച മീൻ വാങ്ങിയോണ്ട് ഈ ആഴ്ച മീൻ വാങ്ങാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെയാണ് കേട്ടോ. ഇതുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞു നാവൽപ്പഴത്തിൽ മറ്റേ പൂ ഇട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഇത് അട്ടപ്പാടിയിൽ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണേ. അത്യാവശ്യത്തിൽ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ മാറ്റി ഒന്ന് വെച്ചു. അപ്പോൾ സാമ്പാർ പൊടി ഇവിടെ ഉണ്ട്, എന്നാലും ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി ഇവിടെ ഉണ്ടായിരുന്നു, ഉള്ളത് തന്നെയാണ് കൂടുതലും വാങ്ങിയിരിക്കുന്നത്. വെണ്ടയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ചോറ്റിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുടിക്കാനും കൂടി വെള്ളം അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ആകും, അതിനൊപ്പം വെള്ളമാകും. വെള്ളം നല്ല അത്യാവശ്യം തിളച്ചൊക്കെ വരും കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. വേഗം പരിപ്പൊക്കെ വേകാനിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് നല്ലോണം കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചത് ഒരു 3-4 വിസിലടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ മറ്റേ ഈ എന്താ പറയുക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വരില്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കള വൃത്തിയാക്കിയപ്പോൾ കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് പെറുക്കി കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നെ സാമ്പാർ വെക്കാനുള്ള പരിപാടി നോക്കുകയാണേ. അതിനിടയിൽ കൂടെ അപ്പുക്കുട്ടൻ അവിടെ ഇരുന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രാവിലെ അങ്ങനെ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ പഴമൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സാമ്പാറിനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. പിന്നെ ഏട്ടനവിടെ ഒരു 12 മണി 11:30 കട്ടൻ കുടിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഒഴിവില്ല എന്ന് കണ്ടപ്പോൾ ഏട്ടൻ വേഗം വന്ന് കട്ടനൊക്കെ വെക്കണം. പിന്നെ വീഡിയോ കണ്ടപ്പോൾ ഏട്ടനൊരു മടി തോന്നുന്നു, അങ്ങനെ വന്നില്ല കേട്ടോ. പിന്നെ ഏട്ടൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മുണ്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ പരിപ്പ് നല്ലോണം വെന്തു കിട്ടും. അപ്പോൾ ഞാൻ നല്ലോണം ഉടച്ചു കൊടുത്തു. പിന്നെ കഷ്ണങ്ങളൊക്കെ വാരി ഇട്ടു കിട്ടും. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാട്ടോ വെക്കണതെന്ന്. അപ്പോൾ മുട്ടയും വറുത്ത് സാമ്പാറും വെച്ച് കുറച്ച് കടലക്കറി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് സാമ്പാറിൽ തേങ്ങ അരയ്ക്കണത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കഷ്ണങ്ങൾക്കൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മുളകും മല്ലിയും ഇതൊക്കെ വാട്ടി മൂപ്പിച്ച് അതിൽ കൊട്ടിട്ടു. ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ സെറ്റായിട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് വാട്ടി ഒന്ന് സെറ്റാക്കി ഇടുകയാണേ. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് അവർ കട്ടനൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു.
അല്ലാണ്ട് ഞാനങ്ങനെ വെറുതെ ഒന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയ്ക്കും അതേപോലെ ഇഡ്ഡലിക്കൊക്കെ അടിപൊളി സാമ്പാറാണ് കേട്ടോ അത്. അധികം പുളി ചേർക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ്റിനായതുകൊണ്ട് നമുക്ക് ഇത്തിരി പുളി വേണം. പിന്നെ പാലക്കാടും കൂടിയല്ല, ഇത്തിരി പുളിക്കറിയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട്. അപ്പോൾ ഇത്തിരി കൂടുതൽ എടുത്തിട്ട് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കൊഴുക്കനാട്ടോ ഞാൻ വെച്ചത്. അധികം ചാറ് ഞാൻ എപ്പോൾ വെക്കുമ്പോഴും അധികം ചാറൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഇത്തിരി കട്ടിക്ക് തന്നെയാണ് വെക്കുക. പിന്നെ നമ്മുടെ ഉള്ളി, മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടുക് താളിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സാമ്പാർ സെറ്റായി. ഈ സാമ്പാറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം റെസിപ്പി ചെയ്യാം. അടിപൊളി സാമ്പാറാണ്. നമുക്കൊരു മീൻ വറുത്തതും പച്ചമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട്. അപ്പോൾ പച്ചമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമുക്ക് മുട്ടയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് ചോറും എടുത്തു, അതേപോലെ നമ്മുടെ സാമ്പാറും എടുത്തു, നമ്മുടെ മുട്ട ഓംപ്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കുറച്ച് ഇപ്പോൾ ഏട്ടൻ വാട്ടർമെലൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിക്കുകയാണ്. ഈ കുരുപ്പിനെ ഞാൻ ഉറങ്ങാൻ വിളിച്ചതാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, സ്വത്തുനെ ഞാൻ ഉറക്കാറുണ്ട്. അപ്പോൾ ഒരു അംഗനവാടിയിലേക്ക് തന്നെ ഉറങ്ങണമുണ്ട്. ഞാൻ ഇങ്ങനെ ഉറക്കാൻ വിളിച്ചതാണ് കേട്ടോ. പക്ഷെ അവൻ വരുന്നില്ല. ഏട്ടൻ്റെ ഹെൽമെറ്റ് എവിടെ നിന്നോ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ അവൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 4 മണിക്ക് ചായ വെച്ചപ്പോൾ അവൻ ചായ കുടിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് പുളി കിട്ടി, നമ്മൾ പൈസ കൊടുത്ത് കുറച്ച് വീട്ടിൽ തൊട്ടടുത്ത് നിന്നൊരു പുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടനൊന്ന് വർക്കുണ്ട് കേട്ടോ, കുറച്ച് നേരത്തെ ഒരു വർക്കുണ്ട്. അപ്പോൾ ഏട്ടൻ ഒരു 5 മണി ആകാനായപ്പോൾ നേരെ പോയി. പിന്നെ അവൻ മുറ്റോടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ്ടോ. പിന്നെ അപ്പോൾ കൂടെ ഞാൻ ഇതൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. വേഗം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. ഇങ്ങനെ വിളക്ക് വയ്ക്കാം. കറക്റ്റ് 6 മണിയാകുമ്പോഴേക്കും ഞാൻ വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വിളക്ക് വയ്ക്കാറുണ്ട്. രാവിലെ അച്ഛൻ വയ്ക്കും, വൈകുന്നേരത്ത് അമ്മ വയ്ക്കും. പിന്നെ എനിക്ക് പറ്റാത്ത ദിവസങ്ങളിലുണ്ടെങ്കിൽ അമ്മ വയ്ക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ വിളക്കൊക്കെ വെച്ചു. ഇനി കുറച്ച് പാടത്തേക്കൊക്കെ നടക്കട്ടെ. എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ലെങ്കിൽ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പാടത്തേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അപ്പോൾ കൂടെ കൂടി പാടത്തേക്കൊക്കെ പോവുകയാണേ. അപ്പോൾ ഇതാണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഫുൾ നെൽപ്പാടമാണ് കേട്ടോ. കണ്ടോ. അങ്ങനെ ഞാനും അപ്പോൾ കൂട്ടനും കൂടി പാടത്ത് കൂടെ പോവുകയാണേ. അപ്പോൾ ഒരു തണ്ണിമത്തൻ ഇവിടെ തനിയെ വന്നതാണ് കേട്ടോ. നമ്മൾ നട്ടതൊന്നുമില്ല, തനിയെ വന്നതാണ്. അതെങ്ങനെയോ അപ്പക്കുട്ടൻ അവൻ്റെ അച്ഛനും അതെങ്ങനെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇതിൽ വന്ന് വെള്ളം ഒഴിക്കില്ല പണി. അപ്പോൾ ഒന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ ചീത്ത പറഞ്ഞു കേട്ടോ, അതിനെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ തൊട്ടും വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അപ്പക്കുട്ടൻ വിളിച്ചിട്ട് വരുന്നില്ല, കുറച്ചും കൂടി നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മതി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ പുല്ലായതുകൊണ്ട് ഇടയിൽ കൂടെ ചാലുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ചാലിലേക്കൊക്കെ വീഴും പറഞ്ഞിട്ട് ഞാൻ നേരെ അപ്പക്കുട്ടനെയും കൂട്ടി വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ നേരം ഇരുട്ടിയിട്ട് 6:30 ആ സമയമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അപ്പക്കുട്ടനെ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.